പേഴ്സണലി കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. അങ്ങനെ പറയരുത്. ഒരു പാർട്ട്ണർ എപ്പോഴും ഒരു ആവശ്യമാണ്. ഓരോരുത്തരുടെ പേഴ്സണൽ തീരുമാനങ്ങളൊക്കെ മാരേജില് താല്പര്യമുണ്ട്. എനിക്കങ്ങനെ മാരേജ് കൺസെപ്റ്റിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. കല്യാണ കാര്യത്തിൽ നീ ഇങ്ങനെ ഒരു ഉഴപ്പ് കാണിക്കരുത്. നിങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ മറന്ന ചോദ്യം ഞങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടോ? ചാലഞ്ചസ് എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താ? അല്ല, ഇപ്പോഴത്തെ ജനറേഷനിൽ ട്രൂ ആയിട്ടുള്ള ആരും അങ്ങനെ ഇല്ല. ഉള്ളത് അപൂർവം ചില ആൾക്കാരായിരിക്കും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ലക്ക് പോലെയാണ് മാരേജ് ലൈഫ് എന്ന് പറയുമ്പോൾ. പണ്ടെല്ലാണെങ്കിൽ ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷെ ഇപ്പം എന്ന് പറയുമ്പോൾ കിട്ടിയാ കിട്ടി പോയാ പോയി എന്നുള്ളായിരുന്നു. ഭയങ്കര ചീറ്റിംഗ് ആ ഒരു മെന്റാലിറ്റിയിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാം. കല്യാണം കഴിയുന്നവരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കല്യാണം കഴിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ബെറ്റർ ഡോണ്ട് ഗെറ്റ് മാരീഡ്. അങ്ങനെ ഒരു മാരേജ് എന്നൊരു കാര്യത്തിൽ ബിലീവ് ചെയ്യുന്നുണ്ടോ? എനിക്ക് പേഴ്സണലി ഒട്ടും താല്പര്യമില്ല. കല്യാണം കഴിക്കണം നിർബന്ധമൊന്നുമില്ല. കഴിക്കേണ്ടവർ കഴിക്കാം, എല്ലാത്തവരും കഴിക്കണ്ട. എനിക്ക് പറയാനുള്ള സ്ത്രീകൾ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക. ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം മാത്രം വിവാഹത്തിനെ പറ്റി ചിന്തിക്കുക. ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ല. ഒന്ന് സെറ്റിൽ ആവുക, അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കുക, അതായിരിക്കും ബെറ്റർ. ഫാമിലീസ് ഒന്നും സമ്മതിക്കില്ല. എന്തായാലും മാരീഡ് ആവണം. പണ്ടിലാണെങ്കിൽ ലവ് മാരേജ് എന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര ഇഷ്യൂ ആയിരിക്കും. പക്ഷെ ഇപ്പൊ അവർക്ക് കുറെ കാര്യങ്ങൾ അറിയാം. അപ്പോ അങ്ങനെ വലിയ ഇഷ്യൂ ഇപ്പൊ ഇല്ല. ഇപ്പൊ പാരന്റ്സ് കുറച്ചും കൂടെ ലിബറൽ ആയിന്നാ തോന്നുന്നത്. ഞങ്ങൾക്ക് എപ്പോഴാണോ ആ ഒരു ടൈം ആയിട്ട് തോന്നുന്നത് അപ്പൊ അവർ ഓക്കെ ആണ്.